നമ്മൾ കാണുന്ന ഫസ്റ്റ് കാഴ്ച എന്ന് പറഞ്ഞാൽ ദാ ഈ കാണുന്ന പോലെ രണ്ട് സൈഡിലും പ്ലാന്റേഷൻസ് ആണ് റബ്ബറിന്റെ. അതിന്റെ ഇടയിൽ കൂടെയുള്ള ഈ ഒരു നാരോ റോഡിൽ കൂടെ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് തന്നെ പോകണം. അപ്പൊ നമ്മൾ ഈ പോകുന്ന സമയത്ത് ഈ വ്യൂ ഇത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഫീലിന്റെ ഇന്റൻസിറ്റി കൂട്ടുന്ന ഒരു വലിയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സീരിയസ്ലി ഇപ്പോൾ ഉള്ള ഈ ഒരു ക്ലൈമറ്റ് ആണ്. നമ്മൾ വെയിലുള്ള സമയത്ത് വന്നാൽ ഇത്രയ്ക്ക് ഒരു സുഖം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഒരു ചെറിയ മഴയും ഈ ചെറിയൊരു തണുപ്പും എല്ലാം ഭയങ്കര ഫീലാണ്. പക്ഷേ നിങ്ങൾ എവിടെ പോകുന്നെങ്കിലും നിങ്ങൾ ഈ ഒരു ടൈം പോകുമ്പോഴത്തേക്കും വണ്ടി വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഓടിക്കണം. എല്ലാ സ്ഥലവും സ്ലിപ്പറി ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് ഓടിക്കുക. നമ്മൾ ഇവിടെ നിന്ന് നേരെ പോയിട്ട് നമ്മൾ ഫസ്റ്റ് ഇനി ഇതിൻ്റെ ഒരു എൻട്രി പോയിന്റ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അവിടുത്തെ പ്രോസസ്സ് എന്താണ് നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. ക്ലൈമറ്റ് കണ്ടിട്ട് ഇതുവരെ മഴ പെയ്യാത്ത എന്താണെന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. കറക്റ്റ് മഴ പെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് പോയില്ലെങ്കിൽ കംപ്ലീറ്റ് പണിയാവും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും റെയിൻ കോട്ടൊക്കെ ഇട്ട് റെഡിയായി. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പോകുന്നത് നേരെ അമ്പനാട് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ഡൈവേർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. ആൻഡ് യെസ്, ആ ഒരു വ്യൂ പോയിന്റ് എത്തി. ഇതാണ് ആ ഒരു വ്യൂ പോയിന്റ്. ഈ സ്ഥലത്തിന്റെ പേര് മാമ്പഴത്തറ എന്നാണ്. അപ്പോൾ ഇത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്കൊരു ഡൈവേർഷൻ എടുത്താൽ കാണാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്. നമുക്കിവിടെ നിന്ന് നന്നായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇതാണ്, താഴേക്കുള്ള വ്യൂ. ഏറ്റവും താഴെ നമുക്ക് ഏതോ ടൈപ്പ് പ്ലാന്റേഷൻസ് ഒക്കെ നമുക്ക് ദൂരെ കാണാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ നേരെ നമ്മൾ അമ്പനാട് എൻട്രി പോയിന്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് അവിടുത്തെ പ്രൊസീജിയർ കാര്യങ്ങളെന്നൊക്കെ. കുറച്ചു ദൂരം പോയപ്പോൾ വീണ്ടും നിർത്തേണ്ടി വന്നു. ബിക്കോസ് കോട മഞ്ഞിറങ്ങി വരുന്ന ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ടാ. ഇതുപോലെ മഞ്ഞിറങ്ങി വരുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ നിർത്താതിരിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നിർത്തി ബൈക്കിന്റെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ ഇനി വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നേരെ ഇനിയിപ്പോൾ ചെല്ലുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി പോയിന്റ് ആണ്. അപ്പോൾ നമ്മുടെ വഴി കംപ്ലീറ്റ് ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ ചക്കു ആണ്. ചക്കു മാത്രമാണ് ഇവിടെ മുമ്പ് വന്നിട്ടുള്ള ഒരേ ഒരാൾ.